എള്ള് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നല്ലൊരു ഘടകമാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൂട്ടാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ തലമുടി വളർച്ചയ്ക്കും എള്ള് നല്ലൊരു ഉത്തമ ഔഷധം തന്നെയാണ്. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ എള്ള് കഴിക്കുന്നത് കൊണ്ട് ധാരാളം ഉപയോഗങ്ങളുമുണ്ട്. എള്ള് കൊണ്ട് ഒരു ഹെൽത്തി റെസിപ്പി തന്നെ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വേണം എടുക്കാനുള്ളത്. 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണേ. കഴുകിയെടുത്ത എള്ള് കുറച്ച് സമയം ഒരു അരിപ്പയിൽ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു തുണിയിൽ ഇതുപോലെ ഇട്ട് നിരത്തിയിട്ട് ഫാനിൻ്റെ മൂട്ടി വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടുവേ. ഫാനിൻ്റെ മൂട്ടിയിരുന്ന് എള്ളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടട്ടെ. അപ്പോഴത്തേക്കും ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കരിപ്പട്ടിയാണ് ഞാൻ റെഡിയാക്കാൻ പോണത്. ശർക്കരയെക്കാട്ടിയും നല്ലത് കരിപ്പട്ടിയാണ് കേട്ടോ. ഈ ഔഷധ പ്രാധാന്യമുള്ള എന്തോന്ന് റെസിപ്പി ഉണ്ടാക്കിയാലും അതിനൊക്കെ കരിപ്പട്ടിയാണ് കേട്ടോ ഏറ്റവും അനുയോജ്യം. 300 ഗ്രാം കരിപ്പട്ടി ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാമേ. ഒരുപാട് ലൂസും ആവാൻ പാടില്ല, ഒരുപാട് കട്ടിയും ആവാൻ പാടില്ല. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി കട്ടിയായി പോകും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് എടുക്കാനുള്ളത്. കരിപ്പട്ടി പാനി റെഡിയായി. അടുത്തത് കഴുകി ഉണക്കാൻ വെച്ചിരുന്ന എള്ളില്ലേ, അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വറുത്തെടുക്കാമേ. ചൂടായ പാനിലേക്ക് എള്ളിട്ട് കൊടുക്കാമേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ എള്ളിട്ട് കൊടുക്കാനൊക്കെ. എള്ളിട്ട് കൊടുത്ത് വറുത്തെടുക്കാമേ. എള്ള് കരിഞ്ഞു പോവാതെ വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. എള്ള് കരിഞ്ഞായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ റെസിപ്പിയുടെ ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് എള്ള് നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒന്ന് പൊട്ടി വരുമ്പോഴാണ് അതിൻ്റെ പരുവാകണത് കേട്ടോ. അതുവരെ ഒന്ന് വറുത്തെടുക്കണേ. എള്ള് കരിഞ്ഞു പോകാതെ തന്നെ വറുത്തെടുക്കണേ. ഞാൻ വറുത്തുകൊണ്ടിരുന്ന എള്ള് ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പരുവം. ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാമേ. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ കരിഞ്ഞു പോകും കേട്ടോ. ഇനി അടുത്തതായിട്ട് ആവശ്യമുള്ളത് മട്ട അവിലാണ്. ഞാൻ 2 കപ്പ് എള്ളിന് 3 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അവില് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതും കരിഞ്ഞു പോകാതെ തന്നെ വറുത്തെടുക്കണേ. എള്ളിലെ പോലെ തന്നെ അവിലിലും ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും വിളർച്ച തടയാനും സഹായിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ എള്ളും അവിലും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവിലും കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി. അവില് ക്രിസ്പി ആയാന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് ഇങ്ങനെ നമ്മൾ തിരുമ്മി നോക്കണം. തിരുമ്മി നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പരുവായെന്നാണ്. ഈ അവില് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് കപ്പലണ്ടിയാണ് കേട്ടോ വറുത്തെടുക്കാൻ പോണത്. അടുത്തതായിട്ട് 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. വറുത്ത കപ്പലണ്ടി ആയിരുന്നേ. എന്നാലും ഒന്നും കൂടെ ചൂടാക്കി എടുക്കണം. കാരണം എള്ളും അവിലും നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം പുറത്ത് സൂക്ഷിക്കണേ. അതുകൊണ്ടാണ് കേട്ടോ. കപ്പലണ്ടിയും പാകമായി കിട്ടിയേ. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അരമുറി തേങ്ങ തിരകിയതും കൂടി ഇട്ട് കൊടുക്കുവാണേ. തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയൊരു ഇളം ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണേ. തേങ്ങയിലെ ജലാംശമൊക്കെ പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണേ. ഒരുപാട് ബ്രൗൺ നിറമാകണ്ട, ഒരു ഇളം ബ്രൗൺ നിറം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് കരിപ്പട്ടിയും കൂടി ഒഴിച്ചു കൊടുക്കാമേ. കരിപ്പട്ടി ഒഴിച്ച് ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. ഒരുപാട് കട്ടിക്കങ്ങ് കുറുകി പോകരുത്, ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ എള്ളും അവലും ഒരുപാട് കട്ടിയായി പോകാതെ കിട്ടുള്ളൂ കേട്ടോ. ഒരു കുഴഞ്ഞ പരുവത്തിൽ ഇരിക്കണം. ആ ഒരു പരുവാണ് കേട്ടോ. കരിപ്പട്ടി ഒരുപാട് മെൽറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എള്ളും അവലൊക്കെ നമുക്ക് കടിച്ച പൊട്ടാത്ത ആ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് മെൽറ്റായി പോകാൻ പാടില്ല. ഇതേപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തന്നെ തീ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് അവിലിട്ട് കൊടുക്കാം. അവിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് എള്ളാണ് കേട്ടോ. എള്ളും കൂടി ചേർത്ത് കൊടുക്കണം. എള്ള് ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് കപ്പലണ്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കപ്പലണ്ടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയമൊക്കെ ലോ ഫ്ലെയിമിൽ വേണം അടുപ്പിരിക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി തന്നെ കൊടുക്കണം. കരിപ്പട്ടി എള്ളിലും അവിലിലും നന്നായിട്ട് പിടിച്ച് വരത്തക്ക വിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചുക്കുപൊടി, ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വയ്ക്കാം. നമ്മുടെ എള്ളും അവലും റെഡി ആയിട്ടുണ്ട്. പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. കർക്കിടക മാസത്തിൽ കഴിക്കുമ്പോൾ അതിൻ്റെ മൂല്യം കൂടുമെന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എപ്പോഴും ഞാൻ പറയും പോലെ
ഷുഗർ ഉള്ളവരും വേറെ അസുഖങ്ങൾക്കുള്ള മരുന്ന് കഴിക്കണവരൊക്കെ ഡോക്ടറിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത് കഴിക്കാവൂ കേട്ടോ. അതുപോലെ തന്നെ ഗർഭിണികളും കഴിക്കാൻ പാടില്ലേ. പ്രസവിച്ച് കിടക്കണവർക്കും അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളില്ലാത്തവർക്കും എല്ലാവർക്കും ഈ റെസിപ്പി കഴിക്കാൻ കേട്ടോ. കുട്ടികൾക്കും കഴിക്കാമേ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.